സ്ട്രോക്ക് ബാധിച്ച എറണാകുളം ചമ്പക്കര സ്വദേശി ഷിബു സിയാറിന്റെ ഇടവും വലവും ഈ മക്കൾ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 3 കഴിഞ്ഞു. ആദ്യത്തെ 2 മാസം എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ. തുടർന്ന് പണമില്ലാതെ വന്നതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. അമ്മ ഷീജയ്ക്കൊപ്പമായിരുന്നു ഈ മക്കൾ ആശുപത്രിയിലേക്ക് ആദ്യം എത്തിയത്. എന്നാൽ 20 ദിവസം മുൻപ് മക്കളെ തനിച്ചാക്കി അമ്മ മരണത്തിന് കീഴടങ്ങി. ഷിബുവിനെ ആശുപത്രിയിൽ പരിചരിക്കുന്നതിനിടെ ലഭിച്ച ന്യൂമോണിയ ആയിരുന്നു മരണകാരണം. അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി അമ്മ നിന്നിട്ട് അമ്മക്കും ഒരു അസുഖം ബാധിച്ച് ന്യൂമോണിയ. എന്നിട്ട് അമ്മക്ക് പറ്റിയില്ല. അമ്മ 12 ദിവസം അവിടെ തന്നെ മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ അഡ്മിറ്റായിട്ട് അമ്മക്ക് ജീവൻ കിട്ടിയില്ല. +2 പഠനം കഴിഞ്ഞ അശ്വിനും ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയായ ആഷിക്കും അമ്മ മരിച്ച കാര്യം പിതാവിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. പിതാവിൻ്റെയും മാതാവിൻ്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ആകെ ആയത് 18,34,000 രൂപ. ബന്ധുക്കളുടെയും സുമനസ്സുകളുടെയും സഹായത്തോടെ ഇതിൽ 8 ലക്ഷം രൂപ അടച്ചു. ബാക്കി 10,34,000 രൂപ ഒരു മാസത്തിനുള്ളിൽ അടയ്ക്കണം. തീർന്നില്ല. പിതാവിൻ്റെ തുടർ ചികിത്സയ്ക്കായി ഫിസിയോതെറാപ്പി ചെയ്യണം. അതിനും പണം വേണം. ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഒരു സർജറിയും കൂടി ഉണ്ട് അച്ഛന്. അപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ വേറെ ആരുമില്ല. അപ്പോൾ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുമില്ല. പഠനം പോലും ഉപേക്ഷിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ പാലിയേറ്റീവ് കെയർ വാർഡിൽ ഈ സഹോദരങ്ങൾ കാത്തിരിപ്പിലാണ്. സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമെന്ന കാത്തിരിപ്പിൽ. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.